ഓം ശ്രീ മഹാഗണപതിയൈ നമഃ. ഓം ശ്രീ സരസ്വതിയൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഇന്ന് നമുക്ക് നാരായണീയം ദശകം 5-ലെ 8-ാമത്തെ ശ്ലോകം പഠിക്കാം. നമുക്ക് ശ്ലോകം ചൊല്ലാം. ശബ്ദാദ്യോമ തതഃ സസർജിത വിഭോ സ്പർശം തതോ മാരുതം തസ്മാദ്രൂപമതോ മഹോധചരസം തോയം ച ഗന്ധം മഹിം ഏവം മാധവ പൂർവപൂർവകലനാദാദ്യാദ്യധർമാന്വിതം ഭൂതഗ്രാമമിമം ത്വമേവ ഭഗവൻ പ്രാകാശയസ്താമസാത്. കഴിഞ്ഞ ശ്ലോകത്തിൽ താമസഹങ്കാരത്തിൽ നിന്നും ശബ്ദമെന്ന തന്മാത്രയെ സൃഷ്ടിച്ചതുവരെ ആണ് പറഞ്ഞത്. ഈ ശ്ലോകത്തിലും കഴിഞ്ഞ ശ്ലോകത്തിൻ്റെ തുടർച്ചയായി താമസഹങ്കാരത്തിൽ നിന്നും ഉണ്ടാകുന്ന സൃഷ്ടികളെക്കുറിച്ചാണ് പറയുന്നത്. നമുക്ക് ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കാം. ശബ്ദാദ്യോമ തതഃ സസർജിത വിഭോ സ്പർശം തതോ മാരുതം തസ്മാദ് രൂപമതോ മഹോധചരസം തോയം ച ഗന്ധം മഹിം. ശബ്ദാദ്യോമ, ശബ്ദാത് വ്യോമ എന്നാണ്. ശബ്ദാത് ശബ്ദത്തിൽ നിന്ന്, വ്യോമ ആകാശത്തെയും, തതഃ പിന്നീട്, സസർജിത അങ്ങ് സൃഷ്ടിച്ചു, വിഭോ അല്ലയോ മഹാപ്രഭോ, അല്ലയോ മഹാപ്രഭോ അങ്ങ് ഈ ശബ്ദതന്മാത്രയിൽ നിന്നും പിന്നീട് ആകാശമെന്ന പഞ്ചഭൂതത്തെ സൃഷ്ടിച്ചു. സ്പർശം അതിനുശേഷം സ്പർശം തൊട്ടറിയുക എന്ന് പറയും. സ്പർശത്തെ സൃഷ്ടിച്ചു. അതിന് തതഃ മാരുതം വായുവിനെ സൃഷ്ടിച്ചു. ഇവിടെ അതാതിൻ്റെ തന്മാത്രകളെ സൃഷ്ടിച്ച ശേഷമാണ് പഞ്ചഭൂതങ്ങളെ സൃഷ്ടിക്കുന്നത്. ശബ്ദം എന്നത് ആകാശത്തിൻ്റെ തന്മാത്രയാണ്. അപ്പോൾ ശബ്ദമെന്ന തന്മാത്രയെ സൃഷ്ടിച്ച ശേഷം അതിൽ നിന്ന് ആകാശത്തെ സൃഷ്ടിച്ചു. അതുപോലെ തന്നെ ആകാശത്തിൽ നിന്നും സ്പർശമെന്ന തന്മാത്രയെ സൃഷ്ടിച്ച ശേഷം വായുവിൻ്റെ തന്മാത്രയാണ് സ്പർശം. അപ്പോൾ സ്പർശം എന്ന തന്മാത്രയെ സൃഷ്ടിച്ച ശേഷം പിന്നീട് മാരുതം വായുവിനെ സൃഷ്ടിച്ചു. തസ്മാദ് രൂപമതോ മഹോധചരസം തോയം ച ഗന്ധം മഹിം. തസ്മാദ് അതു കഴിഞ്ഞ് രൂപമതോ രൂപം അതഃ രൂപം എന്ന തന്മാത്രയെ സൃഷ്ടിച്ചു. അതഃ പിന്നീട് മഹോധ മഹഹ എന്നാൽ തേജസ്, തേജസ്സിൻ്റെ തന്മാത്രയാണ് രൂപം എന്ന് പറയുന്നത്. അപ്പോൾ രൂപം എന്ന തന്മാത്രയെ സൃഷ്ടിച്ച ശേഷം തേജസ്സിനെ അല്ലെങ്കിൽ അഗ്നിയെ സൃഷ്ടിച്ചു. മഹഹ അഥ പിന്നീട് മഹോധച ഈ തേജസ്സിൽ നിന്നും രസം എന്ന തന്മാത്രയെ സൃഷ്ടിക്കുന്നു. രസം എന്നത് ജലത്തിൻ്റെ തന്മാത്രയാണ്. അപ്പോൾ രസത്തെ സൃഷ്ടിച്ച ശേഷം രസത്തിൽ നിന്ന്, രസം എന്നാൽ രുചി എന്നും അർത്ഥമുണ്ട്, രസത്തിൽ നിന്ന് തോയം ജലത്തെ സൃഷ്ടിക്കുന്നു. രസമെന്ന തന്മാത്രയിൽ നിന്ന് ജലമെന്ന പഞ്ചഭൂതത്തെ സൃഷ്ടിച്ചു. പിന്നീട് തോയം ച ഗന്ധം ഈ ജലത്തിൽ നിന്നും ഗന്ധമെന്ന തന്മാത്രയെ സൃഷ്ടിക്കുന്നു. ഗന്ധമെന്നത് ഭൂമിയുടെ തന്മാത്രയാണ്. അങ്ങനെ ഗന്ധമെന്ന തന്മാത്രയെ സൃഷ്ടിച്ച ശേഷം ഗന്ധം മഹിം, മഹിം എന്നാൽ ഭൂമി, ഗന്ധത്തിൽ നിന്ന് ഭൂമിയെ സൃഷ്ടിച്ചു. ഇപ്രകാരം ശബ്ദത്തിൽ നിന്നും ആകാശത്തെയും, പിന്നീട് ആകാശത്തിൽ നിന്നും വായുവിൻ്റെ തന്മാത്രയായ സ്പർശത്തെയും, പിന്നീട് വായുവിനെയും സൃഷ്ടിച്ചു. അതുകഴിഞ്ഞ് വായുവിൽ നിന്ന് രൂപത്തെയും, രൂപത്തിൽ നിന്ന് തേജസ്സിനെയും, തേജസ്സിൽ നിന്ന് രസത്തെയും, രസത്തിൽ നിന്ന് ജലത്തെയും, ജലത്തിൽ നിന്ന് ഗന്ധത്തെയും, ഗന്ധത്തിൽ നിന്ന് ഭൂമിയെയും അങ്ങ് സൃഷ്ടിച്ചുവല്ലോ എന്നാണ് ഈ ആദ്യത്തെ 2 വരികളിൽ പറയുന്നത്. ഇനി അടുത്ത 2 വരികൾ നോക്കാം. ഏവം മാധവ പൂർവപൂർവകലനാദാദ്യാദ്യധർമാന്വിതം ഭൂതഗ്രാമമിമം ത്വമേവ ഭഗവൻ പ്രാകാശയസ്താമസാത്. ഏവം ഇപ്രകാരം മാധവ അല്ലയോ മാധവ, അല്ലയോ ലക്ഷ്മീപദേ, പൂർവപൂർവകലനാദ് മുൻപ് സൃഷ്ടിച്ചതിൻ്റെ സംബന്ധം കലർന്നിരിക്കുന്നത് കാരണം ആദ്യാദ്യധർമാന്വിതം ആദ്യമാദ്യമുണ്ടായവയുടെ ധർമാന്വിതം ധർമ്മങ്ങളോട് കൂടിയതായ ഭൂതഗ്രാമമിമം ഭൂതഗ്രാമം പഞ്ചഭൂതങ്ങളുടെ കൂട്ടത്തെ
ത്വമേവ ത്വം അങ്ങ് ഏവ തന്നെ ത്വമേവ അങ്ങു തന്നെ ഭഗവാൻ അല്ലയോ ഭഗവാനെ പ്രാകാശയസ്താമസാത് പ്രാകാശയ പ്രകാശിപ്പിച്ചുവല്ലോ പുറത്തേക്ക് കൊണ്ടുവന്നുവല്ലോ അല്ലെങ്കിൽ സൃഷ്ടിച്ചുവല്ലോ താമസാത് ആ തമോ ഗുണപ്രധാനമായ താമസഹങ്കാരത്തിൽ നിന്ന്. ഇപ്രകാരം അല്ലയോ മാധവ മുൻപ് സൃഷ്ടിച്ചതിൻ്റെ സംബന്ധം കലർന്നിരിക്കുന്നതിനാൽ ആദ്യമാദ്യമുണ്ടായവയുടെ ധർമ്മങ്ങളോട് കൂടിയതായിട്ടുള്ള പഞ്ചഭൂതങ്ങളുടെ കൂട്ടത്തെ ഭഗവാനെ അങ്ങു തന്നെ ആ താമസഹങ്കാരത്തിൽ നിന്ന് പ്രകാശിപ്പിച്ചുവല്ലോ എന്നാണ് ഈ രണ്ടാമത്തെ 2 വരികളിൽ പറയുന്നത്. ഇനി നമുക്ക് ശ്ലോകത്തിൻ്റെ അർത്ഥം ഒരുമിച്ചൊന്ന് പറയാം. ഇപ്രകാരം ശബ്ദത്തിൽ നിന്നും ആകാശത്തെയും ആകാശത്തിൽ നിന്ന് വായുവിൻ്റെ ഗുണാംശമായ സ്പർശത്തെയും സ്പർശത്തിൽ നിന്ന് പിന്നീട് വായുവിനെയും സൃഷ്ടിച്ചു. അത് കഴിഞ്ഞ് വായുവിൽ നിന്ന് രൂപത്തെയും രൂപത്തിൽ നിന്ന് തേജസ്സിനെയും തേജസ്സിൽ നിന്ന് രസത്തെയും രസത്തിൽ നിന്ന് ജലത്തെയും ജലത്തിൽ നിന്ന് ഗന്ധത്തെയും ഗന്ധത്തിൽ നിന്ന് ഭൂമിയെയും സൃഷ്ടിച്ചു. ഇപ്രകാരം അല്ലയോ മാധവ മുൻപ് സൃഷ്ടിച്ചതിൻ്റെ സംബന്ധം കലർന്നിരിക്കുന്നതിനാൽ ആദ്യമാദ്യം ഉണ്ടായവയുടെ ധർമ്മങ്ങളോട് കൂടിയതായിട്ടുള്ള പഞ്ചഭൂതങ്ങളുടെ കൂട്ടത്തെ ഭഗവാനെ അങ്ങു തന്നെ ആ താമസഹങ്കാരത്തിൽ നിന്ന് പ്രകാശിപ്പിച്ചുവല്ലോ എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ശബ്ദദ്യോമതസർജിത വിഭോ സ്പർശം തതോ മാരുതം തസ്മാദ്രൂപമതോ മഹോധചരസം തോയം ജഗന്ധം മഹീം ഏവം മാധവ പൂർവപൂർവകലനാദാദ്യാദ്യധർമാന്വിതം ഭൂതഗ്രാമമിമം ത്വമേവ ഭഗവൻ പ്രാകാശയസ്താമസാത്. നമുക്ക് ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം. ശബ്ദദ്യോമ തതസർജിത വിഭോ സ്പർശം തതോ മാരുതം തസ്മാദ്രൂപമതോ മഹോധചരസം തോയം ച ഗന്ധം മഹീം ഏവം മാധവ പൂർവപൂർവകലനാദാദ്യാദ്യധർമാന്വിതം ഭൂതഗ്രാമമിമം ത്വമേവ ഭഗവൻ പ്രാകാശയസ്താമസാത്. 9ാമത്തെ ശ്ലോകവും അതിൻ്റെ അർത്ഥവും നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ.